ഓടിയേ, ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. കൊച്ചു ഏതാ മോളത്? ഹലോ, ഏതാ? ഓടി അതൊക്കെ പറയാം. കുഞ്ഞിന് വല്ലതും കഴിക്കാനെടുത്ത് വല്ലതും കൂടെ. കുഞ്ഞിന് വല്ലതും കഴിക്കാനെടുക്കാതെ പിന്നെ സംസാരിക്കാം നമുക്ക്. ഞാനങ്ങോട്ട് പോയ സമയത്ത് കുട്ടി ആർക്കോ പാലാണ് കൊണ്ടുപോകാൻ തോന്നുന്നു. പാലിന്റെ പാത്രമൊക്കെ കമ്മ് കിടക്കുന്നുണ്ട്, താഴെ കിടക്കുന്നുണ്ട്. നോട്ട് സുഖമില്ലെങ്കിലേ വീട്ടിൽ വേറെ ആരെങ്കിലും വിട്ടുവിടായിരുന്നു. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ള വീട്ടിൽ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വീട്ടിൽ കിടക്കും, എണീക്കാൻ പോലും ഒക്കാത്ത അവസ്ഥയിൽ. ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് പോയ സ്കൂളിലൊക്കെ പോകുന്നു. സാരമില്ല മോളെ, നമുക്ക് എപ്പം ആഹാരം വേണമെങ്കിൽ ഈ വീട്ടിൽ വരാം. മോടെ അമ്മയെ പോലെ അമ്മച്ചി തരും കേട്ടോ. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ ഇനിയും ഭയപ്പെടണ്ട. നമ്മുടെ പഠിത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മോളൊന്നും വിഷമിക്കാതെ കേട്ടോ. മോടെ വീട് പോകണക്ക് മോക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വരാം, എന്ത് വേണമെങ്കിലും മോക്ക് ചോദിക്കാം. ഒന്നും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് മോടെ കൂടെ. ഇതാ ഇച്ചിരി ഒന്ന് കഴിച്ചു, ഇച്ചിരി കൂടെ കഴിച്ചു. ആ കുട്ടിക്ക് പഠിക്കുവാൻ വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും നല്ലവരായ ആ ദമ്പതികൾ അല്ല, ആ മാതാപിതാക്കൾ അവൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മയും മരിച്ചു. അവളുടെ ഏതോ ബന്ധുക്കൾ അവളെ ആ നാട്ടിൽ നിന്നും എങ്ങോട്ടേക്കോ കൊണ്ടുപോയി. വർഷങ്ങൾ കടന്നുപോയി. ഈ മാതാപിതാക്കൾ ആ കുട്ടിക്ക് ചെയ്ത സഹായങ്ങൾ അവരും മറന്നുപോയി. ചേച്ചോ എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. എല്ലാം നോർമലായിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെ ഞാൻ ഡിസ്ചാർജിന് എഴുതിയേക്കാം. വൈകുന്നേരത്തേന് നിങ്ങൾക്ക് പോകാൻ പറ്റും. ബില്ലിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു വിട്ടേക്കാം. ഓക്കെ സിസ്റ്റർ, ഇന്ന് തന്നെ ഇവരുടെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഇവരെ വൈകുന്നേരത്തേന് ഡിസ്ചാർജ് ചെയ്തു. ഈ ഡോക്ടർ എത്ര നല്ല ഡോക്ടറാണല്ലേ. നമ്മൾ വന്നപ്പം തൊട്ട് നമ്മൾ എത്ര ഭംഗിയോട് കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും അത് ഓർത്തു, നമ്മുടെ സ്വന്തം മോളെ പോലെയാ നമ്മളെ നോക്കിയത്. എത്ര രൂപ ബില്ലാകുമെന്ന് നമുക്കറിയത്തില്ല. ഇത്രയും പ്രഗത്ഭയായ ഒരു ഡോക്ടർ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ നമുക്ക് സർജറി ചെയ്ത് തന്ന് നമ്മളെ ഇന്ന് ഡിസ്ചാർജ് ആക്കുമ്പോൾ നോക്കാം ബില്ല് വരുമ്പോൾ.
അല്ലേ? ഉം. പക്ഷേ ട്രിപ്പ് വരാൻ പോവാണേ. ആയിക്കോട്ടെ. ഇതാ അമ്മച്ചി ബില്ല്. ഓക്കെ. താങ്ക് യു, താങ്ക് യു. എന്തു പറ്റി? എത്രയായി ബില്ല്? അന്നവും വിദ്യയും നൽകിയവർക്ക് ഇത് പകരമാകില്ല എന്നറിയാം. എങ്കിലും വഴിയരികിൽ തളർന്നു കിടന്ന എന്നെ ഈ നിലയിൽ എത്തിച്ചവർക്കുള്ള ഒരു ചെറിയ പ്രതിഫലമായി ഈ ബില്ല് ഞാൻ അടയ്ക്കുന്നു.